crane. It's called crane. മാങ്ങയോ? നീന്താൻ അടിപൊളിയായിരിക്കില്ലേ ഇവിടെ? ഡോണ്ട് യു തിങ്ക്? ഇവിടെ നീന്തി നല്ല രസമായിരിക്കില്ലേ? എടാ അല്ല, നമുക്കൊരു ദിവസം പുള്ളി പോടാ. ഈ പള്ളി ഉണ്ടല്ലോ, ഈ പള്ളി കേസ് ഞാൻ ആക്ച്വലി ഒരു ഞാൻ അവിടെ ചെട്ടിക്കാട് എന്ന് പറഞ്ഞ സ്പൂണുകളുടെ അവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ അന്ന് അവിടെ കുർബാന ഉണ്ടായില്ല. സോ എനിക്കന്ന് കുർബാന കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. സോ ഞാൻ അന്ന് വന്നപ്പോൾ കുർബാന ഒന്നുമില്ല. അപ്പോൾ ഞാനവിടെ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കടയിലത്തെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇവിടെ അപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുർബാന എപ്പോഴാണ്? കുർബാന ഇല്ല ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കുർബാന ഇവിടെ ഇല്ല, ഇപ്പോൾ 5 മണി ആയിട്ട് ഇനിയിപ്പോൾ ഈ അടുത്ത് എവിടെ കുർബാന ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചേച്ചി പിന്നെ നോക്കി, പിന്നെ ചേച്ചി അന്വേഷിച്ച് അവിടെ നിന്നൊരു മോനൊരു സ്ഥലമുണ്ട്, ഞാൻ വിളിച്ചു നോക്കിട്ടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് വേണ്ടി വിളിച്ചു ചോദിച്ച് ഇവിടെ കുർബാന ഉണ്ടെന്ന് ഉറപ്പാക്കി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ കുർബാന ഉണ്ട് മോനെ, അത് ആ ചേച്ചിക്ക് അറിയണമായിരിക്കും. വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു ഈ പള്ളിയിലേക്ക് പറഞ്ഞു. ഇതാണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള പള്ളി, മഞ്ജുമാതാവിൻ്റെ പള്ളി. അപ്പോൾ ആ ചേച്ചി വിളിച്ചു വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്ന പള്ളിയാണ് ഈ പള്ളി. ഇങ്ങോട്ട് ഇപ്പം നേരെ പൊക്കോളാൻ പറഞ്ഞു. സോ ഞാൻ നേരെ പോകുന്നു. ഇവിടെ വന്നപ്പോൾ ആ സമയത്ത് ഇവിടെ കൊന്തയായിരുന്നു. ഞാൻ ഇവിടെ 5:30 ആകുമ്പോൾ എത്തി. കുർബാന തുടങ്ങിയില്ല, ആ സമയത്ത് കൊന്തയുണ്ടായിരുന്നു. ഹിയർ മൈ സ്റ്റോറി. അപ്പോൾ 5:30 അതേ തോന്നുന്നുണ്ട്. അത് പഴയ പള്ളിയായിരിക്കും. അത് പഴയ പള്ളി, ഇപ്പുറത്ത് പുതിയ പള്ളി. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. നേരെ ഇവിടെ വന്ന് അപ്പോൾ കൊന്തെത്തിക്കണുള്ളൂ. അപ്പോൾ 5:30 ആയിട്ട് അങ്ങനെ ഞാൻ കൊന്തയൊക്കെ എത്തിച്ച് നല്ല ബ്ലെസ്ഡ് ഡേ ആയിരുന്നു. കുറേ ആൾക്കാരുണ്ടായി. അന്നത്തെ ആക്ച്വലി ആ വീക്കിൽ ഇവിടുത്തെ പെരുന്നാളായിരുന്നു, ഈ പള്ളിയിലത്തെ പെരുന്നാളാണ്. അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ വൈബായിരുന്നു ലാസ്റ്റ് ടൈം. അപ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കുറേ ആൾക്കാർ, നിറച്ച ആൾക്കാരുണ്ടായി. കൊന്തയായിരുന്നു. കൊന്തയൊക്കെ എത്തിച്ച് ഒരു 7 മണി 7:30 കൊന്ത കഴിഞ്ഞ് കുർബാന തുടങ്ങി. അത് ഞാൻ കുർബാനയൊക്കെ കൊണ്ട് അത് കഴിഞ്ഞ് ആരാധന ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഐ നോട്ട് ഷുവർ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു. നല്ല രസമായിട്ട് കുർബാനയൊക്കെ എത്തിച്ച്. അതെ, ആൻഡ് ഇവിടെ കുറേ അത്ഭുത സൗഖ്യം, കുറേ നല്ല നല്ല അത്ഭുത പരങ്ങൾ ഒക്കെ കിട്ടുന്നതിൻ്റെ സാക്ഷിയൊക്കെ പറയുന്നുണ്ടായി. അങ്ങനെ നല്ല ദിവസമായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഫ്രൈഡേ. ആൻഡ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഫ്രൈഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഇൻ ദിസ് ഡേ. അങ്ങനെ അതൊക്കെ കൂടി തിരിച്ച് ഞാൻ രാത്രി അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ രാത്രി തിരിച്ചു പോകുമ്പോൾ മഴ കിട്ടി. പക്ഷെ എന്നാലും വൈബായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഒരു ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിക്ക് ഓരോ കടയിൽ നിന്ന് ഐ ഡോണ്ട് റിമെമ്പർ പാലും വെള്ളവും എന്ത് പപ്സ് അങ്ങനെ കഴിച്ചു. പാലും വെള്ളവും പപ്സ് അങ്ങനെ എന്ത് കഴിച്ചു. പപ്സ് അത്ര അടിപൊളിയായിരുന്നില്ല, പക്ഷെ എന്നാലും വൈബ് ഉണ്ട്. ആംബിയൻസ് ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ, ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ പാലും വെള്ളം നൈസായിരുന്നു, നല്ല ശുദ്ധമായ പാല്. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ ബേക്കറി പൊളിച്ചണം. പിന്നെ അവിടെ നിന്ന് ഓറഞ്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ബ്യൂട്ടിഫുൾ, ടേസ്റ്റി, നല്ല വൈബ്. ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. എടാ ചിക്കൻ എടുക്കുന്നത് എനിക്ക് നോമ്പാ. ട്രൈങ് ബിരിയാണി കണ്ടിട്ട് നല്ല സൂപ്പറാണ്. ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ട് യോഗ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഷേക്ക് guys, we tried mixing the Greek yogurt with some shabra cake.